നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദമാക്കിയ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഖേദകരമാണ്. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയത് കൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന. തീർത്തും വസ്തുതാവിരുദ്ധമാണിത്. ജൂലൈ 30 പുലർച്ചെയാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത്. അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സംഘം വന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെന്റിലും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മുമ്പും ശ്രമിച്ചു. കേന്ദ്രം ഉരുൾപൊട്ടലിന് പറ്റിയ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും കേരളം എന്താണ് ചെയ്തത് എന്ന ചോദ്യമാണ് അന്ന് പാർലമെന്റിൽ ഉന്നയിച്ചത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അന്നത്തേതിന്റെ ആവർത്തനമായി വേണം ഇക്കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലെ പ്രസ്താവനയും കാണാൻ. ആഗസ്റ്റ് 10 പ്രധാനമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കേന്ദ്ര സംഘത്തിന് മുമ്പാകെ, പ്രധാനമന്ത്രിയുടെ മുമ്പാകെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനു ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. കേന്ദ്ര സംഘം വന്നു പോയിട്ടും മാസങ്ങളായി. ഇതിനിടയിലും മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ട് പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. 583 പേജുള്ള വിശദമായ സമഗ്രമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രക്രിയയെ എടുക്കുന്ന സ്വാഭാവികമായ കാലതാമസമാണ് 3 മാസം. 2023 ഒക്ടോബർ സിക്കിമിലും, 2023 ജനുവരിയിൽ ഉത്തരാഖണ്ഡിലും, 2023 ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ സംസ്ഥാനങ്ങളെല്ലാം PDNA തയ്യാറാക്കിയത് ദുരന്തം നടന്ന 3 മാസങ്ങൾക്ക് ശേഷമാണ്. PDNA തയ്യാറാക്കുവാൻ ചുരുങ്ങിയ 3 മാസം വേണമെന്ന് ഈ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദുരന്തം ഉണ്ടായ ഉടനല്ല, ദുരിതാശ്വാസ ഘട്ടം പൂർത്തിയായി കഴിച്ച ശേഷമാണ് PDNA ആരംഭിക്കുന്നത്. ഇത് ദുരിതാശ്വാസ നിവാരണത്തിലെ ഏറ്റവും അടിസ്ഥാന ധാരണ തന്നെയാണ്. സമർപ്പിച്ച മെമ്മോറാണ്ടം പ്രകാരം അടിയന്തര സഹായം അനുവദിച്ചിട്ടില്ല എന്നതാണ് കേരളം ഉന്നയിക്കുന്ന പ്രധാന വിഷയം. എന്നാൽ ആ ആക്ഷേപത്തെ മറികടക്കുന്നതിനാണ് PDNA സമർപ്പിക്കുവാൻ കേരളം വൈകിയെന്ന വാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. PDNAയിൽ നിന്നും പുനർനിർമ്മാണ ഫണ്ടാണ് കേരളം ആവശ്യപ്പെടുന്നത്. കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ പ്രധാനമായും 3 പ്രധാന കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചൂരൽമല ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു. ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കാം. കൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും.